ഹലോ ഫ്രണ്ട്സ്, GK മലയാളത്തിലേക്ക് സ്വാഗതം. 2024 സെപ്റ്റംബർ 8 മുതൽ 14 വരെയുള്ള ആനുകാലിക വിവരങ്ങൾ. ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ആര്? ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരൻ. ഉത്തരം രൺധീർ സിംഗ്. 5 തവണ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഷൂട്ടിംഗ് താരമായ രൺധീർ സിംഗ് 2024 മുതൽ 2028 വരെയാണ് ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ അധ്യക്ഷനാവുക. അടുത്തിടെ വിയറ്റ്നാമിൽ കനത്ത നാശം വിതച്ച ചുഴലിക്കാറ്റ്. അടുത്തിടെ വിയറ്റ്നാമിൽ കനത്ത നാശം വിതച്ച ചുഴലിക്കാറ്റിന്റെ പേര്. ഉത്തരം യാഗി. 2024 ഏഷ്യയിലുണ്ടായ ഏറ്റവും ശക്തമായ ഉഷ്ണമേഖല കാറ്റാണ് യാഗി. കേരളത്തിന്റെ സ്വന്തം ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ സംസ്ഥാന സർക്കാരിന് കീഴിൽ നിലവിൽ വന്ന ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഏത്? കേരളത്തിലെ സ്വന്തം ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ സംസ്ഥാന സർക്കാരിന് കീഴിൽ നിലവിൽ വന്ന ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം. ഉത്തരം കെ-ഷോപ്പി. സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളാണ് കെ-ഷോപ്പി എന്ന വെബ്സൈറ്റ് വഴി വിൽക്കുക. ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യ, ചൈന, റഷ്യ തുടങ്ങി 35 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് സൗജന്യ വിസ അനുവദിക്കുവാൻ തീരുമാനിച്ച രാജ്യം ഏത്? ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യ, ചൈന, റഷ്യ തുടങ്ങി 35 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് സൗജന്യ വിസ അനുവദിക്കുവാൻ തീരുമാനിച്ച രാജ്യം. ഉത്തരം ശ്രീലങ്ക. കേരളത്തിൽ സ്മാർട്ട് നഗരം സ്ഥാപിക്കുന്നത് എവിടെയാണ്? ഉത്തരം പുതുച്ചേരി. പാലക്കാട് ജില്ലയിലെ പുതുച്ചേരിയിലാണ് കേരളത്തിൽ സ്മാർട്ട് നഗരം സ്ഥാപിക്കുന്നത്. ഇന്ത്യയിൽ 12 സ്മാർട്ട് വ്യവസായ നഗരങ്ങളാണ് സ്ഥാപിക്കുക. ദേശീയ വ്യാവസായിക ഇടനാഴി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സ്മാർട്ട് വ്യവസായ നഗരം സ്ഥാപിക്കുന്നത്. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും സംയുക്തമായിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം എന്ന്? അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം. ഉത്തരം സെപ്റ്റംബർ 8. 2024 അന്താരാഷ്ട്ര സാക്ഷരതാ ദിനത്തിന്റെ പ്രമേയം. ബഹുഭാഷാ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക, പരസ്പര ധാരണയ്ക്കും സമാധാനത്തിനും സാക്ഷരത എന്നതാണ് 2024 അന്താരാഷ്ട്ര സാക്ഷരതാ ദിനത്തിന്റെ പ്രമേയം. US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീട ജേതാവ് ആര്? US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീട ജേതാവ്. ഉത്തരം യാനിക് സിന്നർ. ഫൈനലിൽ അമേരിക്കയുടെ ടെയ്ലർ ഫിറ്റ്സിനെ പരാജയപ്പെടുത്തിയാണ് ഇറ്റലിയുടെ യാനിക് സിന്നർ കിരീടം നേടിയത്. US ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീട ജേതാവ് ആര്? US ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീട ജേതാവ്. ഉത്തരം ആര്യാന സബലേങ്ക. ബെലാറൂസിന്റെ ടെന്നീസ് താരമാണ് അരിയാന സബലേങ്ക. ഫൈനലിൽ അമേരിക്കയുടെ ജെസിക്ക പെഗുലയെയാണ് ആര്യാന സബലേങ്ക പരാജയപ്പെടുത്തിയത്. സംസ്ഥാനത്തെ ആദ്യ ഓപ്പൺ ബുക്ക് പരീക്ഷ നടത്തുന്ന സർവകലാശാല ഏത്? സംസ്ഥാനത്തെ ആദ്യ ഓപ്പൺ ബുക്ക് പരീക്ഷ നടത്തുന്ന സർവകലാശാല. ഉത്തരം ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ നിലവിലെ വൈസ് ചാൻസലർ VP ജഗതി രാജ്. ജോലിസ്ഥലത്ത് സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ കേന്ദ്രീകൃത പ്ലാറ്റ്ഫോം ഏത്? ജോലിസ്ഥലത്ത് സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ കേന്ദ്രീകൃത പ്ലാറ്റ്ഫോം. ഉത്തരം ഷീ ബോക്സ്. കേരളത്തിലെ ആദ്യത്തെ വാട്ടർ സ്ട്രീറ്റ് ടൂറിസം പദ്ധതി ആരംഭിച്ച സ്ഥലം ഏത്? കേരളത്തിലെ ആദ്യത്തെ വാട്ടർ സ്ട്രീറ്റ് ടൂറിസം പദ്ധതി ആരംഭിച്ച സ്ഥലം. ഉത്തരം മറവൻ തുരുത്ത്. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം. ഉത്തരം ഇന്ത്യ 18ാം സ്ഥാനത്ത്. 7 സ്വർണം, 9 വെള്ളി, 13 വെങ്കലം അടക്കം 29 മെഡലുകൾ നേടിയ ഇന്ത്യ 2024 പാരീസ് പാരാലിമ്പിക്സിൽ 18ാം സ്ഥാനത്ത്.
ഒന്നാം സ്ഥാനത്ത് ചൈന, രണ്ടാം സ്ഥാനത്ത് ബ്രിട്ടൻ, മൂന്നാം സ്ഥാനത്ത് അമേരിക്ക. 2024 പാരീസ് പാരാലിമ്പിക്സിൽ വനിതകളുടെ 400 മീറ്റർ T20 വിഭാഗത്തിൽ ഇന്ത്യക്കായി വെങ്കല മെഡൽ നേടിയത് ആര്? 2024 പാരീസ് പാരാലിമ്പിക്സിൽ വനിതകളുടെ 400 മീറ്റർ T20 വിഭാഗത്തിൽ ഇന്ത്യക്കായി വെങ്കല മെഡൽ നേടിയത്. ഉത്തരം ദീപ്തി ജീവൻജി. പാരീസ് പാരാലിമ്പിക്സിൽ ബാഡ്മിന്റൺ SL4 വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരം ആര്? ഉത്തരം സുഹാസ് യതിരാജ്. പാരീസ് പാരാലിമ്പിക്സിൽ പുരുഷന്മാരുടെ ഡിസ്കസ് ത്രോ F56 വിഭാഗത്തിൽ വെള്ളി മെഡൽ സ്വന്തമാക്കിയ ഇന്ത്യൻ താരം ആര്? ഉത്തരം യോഗേഷ് കതുനിയ. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ബാഡ്മിന്റണിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം. ഉത്തരം നിതേഷ് കുമാർ. 2024 പാരീസ് പാരാലിമ്പിക്സിൽ അത്ലറ്റിക്സിൽ വനിതകളുടെ 100 മീറ്റർ ഓട്ടത്തിലും വനിതകളുടെ 200 മീറ്റർ T35 വിഭാഗത്തിലും വെങ്കല മെഡൽ നേടിയ ഇന്ത്യക്കാരി ആര്? ഉത്തരം പ്രീതി പാൽ. അത്ലറ്റിക്സിൽ ഒരു പാരാലിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് പ്രീതി പാൽ. ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ഷൂട്ടിംഗ് താരമായ മനു ഭാക്കർ. പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യക്കായി ആദ്യ മെഡൽ നേടിയത് ആര്? 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യക്കായി ആദ്യ മെഡൽ നേടിയത്. ഉത്തരം അവനി ലേഖ്ര. 10 മീറ്റർ എയർ റൈഫിൾ സ്റ്റാൻഡിംഗ് HS1 ഇനത്തിലാണ് അവനി ലേഖ്ര സ്വർണം നേടിയത്. ടോക്കിയോ പാരാലിമ്പിക്സിലും ഇതേ ഇനത്തിൽ അവനി ലേഖ്ര സ്വർണം നേടിയിരുന്നു. തുടർച്ചയായി 2 പാരാലിമ്പിക്സിലും സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് അവനി ലേഖ്ര. 2024 പാരീസ് പാരാലിമ്പിക്സിൽ അമ്പെയ്ത്തിൽ മിക്സഡ് ടീം ഇനത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ സഖ്യം. ഉത്തരം രാകേഷ് കുമാർ, ശീതൾ ദേവി. രാകേഷ് കുമാർ, ശീതൾ ദേവി എന്നിവരാണ് 2024 പാരീസ് പാരാലിമ്പിക്സിൽ അമ്പെയ്ത്തിൽ മിക്സഡ് ടീം ഇനത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ സഖ്യം. 2024 പാരീസ് പാരാലിമ്പിക്സിൽ പുരുഷന്മാരുടെ ജാവലിൻ ത്രോ F41 വിഭാഗത്തിൽ സ്വർണം സ്വന്തമാക്കിയത് ആര്? 2024 പാരീസ് പാരാലിമ്പിക്സിൽ പുരുഷന്മാരുടെ ജാവലിൻ ത്രോ F41 വിഭാഗത്തിൽ സ്വർണം സ്വന്തമാക്കിയത്. ഉത്തരം നവദീപ് സിംഗ്. ഇറാന്റെ ബെയ്ത്ത് സയാ സദേകിനെ അയോഗ്യനാക്കിയതിനെ തുടർന്നാണ് നേരത്തെ വെള്ളി മെഡൽ നേടിയിരുന്ന നവദീപ് സിംഗിന് സ്വർണം ലഭിച്ചത്. 2024 പാരീസ് പാരാലിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ അമ്പെയ്ത്ത് താരം ആര്? പാരീസ് പാരാലിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ അമ്പെയ്ത്ത് താരം. ഉത്തരം ഹർവീന്ദർ സിംഗ്. പാരാലിമ്പിക്സിൽ ആർച്ചറിയിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ഹർവീന്ദർ സിംഗ്. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച നോവലിസ്റ്റ്, നാടകകൃത്ത്, സാംസ്കാരിക പ്രവർത്തകൻ എന്നീ നിലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തി ആര്? ഉത്തരം KJ ബേബി. ആദിവാസി കുട്ടികൾക്ക് ബദൽ വിദ്യാഭ്യാസം നൽകുന്നതിനായി വയനാട്ടിലെ ചിങ്ങോട് എന്ന സ്ഥലത്ത് KJ ബേബി സ്ഥാപിച്ച ഗുരുകുല ആശ്രമമാണ് കനവ്. ഗോത്ര ജീവിത പശ്ചാത്തലത്തിലുള്ള KJ ബേബിയുടെ മാവേലി മൺറം എന്ന നോവലിന് 1994 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിരുന്നു. 2024 കേന്ദ്ര ക്രിമിനൽ നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനം ഏത്? കേന്ദ്ര ക്രിമിനൽ നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനം. ഉത്തരം പശ്ചിമ ബംഗാൾ. നോർത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിനടിയിലുള്ള ടൈറ്റാനിക് കപ്പൽ അവശിഷ്ടങ്ങളിൽ നിന്ന് വീണ്ടെടുത്ത ഗ്രീക്ക് ദേവതയുടെ വെങ്കല ശില്പത്തിന്റെ പേര്. നോർത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിനടിയിലുള്ള ടൈറ്റാനിക് കപ്പൽ അവശിഷ്ടങ്ങളിൽ നിന്ന് വീണ്ടെടുത്ത ഗ്രീക്ക് ദേവതയുടെ വെങ്കല ശില്പത്തിന്റെ പേര്. ഉത്തരം ഡയാന. 1912 ഏപ്രിൽ 15 ടൈറ്റാനിക് കപ്പൽ മുങ്ങിയത്.
2024 ദേശീയ പോഷകാഹാര വാരത്തിന്റെ പ്രമേയം എന്താണ്? സെപ്റ്റംബർ 1 മുതൽ 7 വരെയാണ് ദേശീയ പോഷകാഹാര വാരം. 2024 ദേശീയ പോഷകാഹാര വാരത്തിന്റെ പ്രമേയം. എല്ലാവർക്കും പോഷകാഹാരം എന്നതാണ് 2024 ദേശീയ പോഷകാഹാര വാരത്തിന്റെ പ്രമേയം. 2024 നിർബന്ധിത സൈനിക സേവനം പുനഃസ്ഥാപിക്കാൻ ഒരുങ്ങുന്ന യൂറോപ്യൻ രാജ്യം ഏത്? 2024 നിർബന്ധിത സൈനിക സേവനം പുനഃസ്ഥാപിക്കാൻ ഒരുങ്ങുന്ന യൂറോപ്യൻ രാജ്യം. ഉത്തരം ക്രൊയേഷ്യ. ലോകത്തിലെ ആദ്യത്തെ എക്കോ സിറ്റി നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം നിയോം. സൗദി അറേബ്യയിലെ നിയോം എന്ന സ്ഥലത്താണ് ലോകത്തിലെ ആദ്യത്തെ എക്കോ സിറ്റി നിലവിൽ വരുന്നത്. എക്കോ സിറ്റിയുടെ പേര് ദ ലൈൻ എന്നാണ്. ബഹിരാകാശത്തിന്റെ അതിരായ കാർമൻ രേഖ കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിത എന്ന നേട്ടം സ്വന്തമാക്കിയ 21 വയസ്സുകാരി ആര്? ബഹിരാകാശത്തിന്റെ അതിരായ കാർമൻ രേഖ കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിത എന്ന നേട്ടം സ്വന്തമാക്കിയത്. ഉത്തരം കാഴ്സൺ കിച്ചൺ. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ സ്റ്റാർട്ടപ്പ് കോൺക്ലേവിന്റെ വേദി എവിടെയാണ്? കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ സ്റ്റാർട്ടപ്പ് കോൺക്ലേവിന്റെ വേദി. ഉത്തരം തിരുവനന്തപുരം. മുസ്ലിമുകളുടെ വിവാഹം, വിവാഹമോചനം എന്നിവ സർക്കാരിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യാൻ നിർബന്ധമാക്കുന്ന ബിൽ നിയമസഭയിൽ പാസാക്കിയ സംസ്ഥാനം. ഉത്തരം അസം. പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ 1935 അസം മുസ്ലിം വിവാഹമോചന രജിസ്ട്രേഷൻ നിയമം ഇല്ലാതാവും. അസം മുഖ്യമന്ത്രിയുടെ പേര് ഹിമന്ത ബിശ്വ ശർമ്മ. പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDOയുടെ എയ്റോ വിഭാഗത്തിന്റെ ഡയറക്ടർ ജനറലായി നിയമിതയായത് ആര്? DRDOയുടെ എയ്റോ വിഭാഗത്തിന്റെ ഡയറക്ടർ ജനറലായി നിയമിതയായത്. ഉത്തരം ഡോക്ടർ കെ രാജലക്ഷ്മി മേനോൻ. കർഷകരെ സഹായിക്കാൻ കൃഷിസ്ഥലങ്ങളിൽ ഏർപ്പെടുത്തുന്ന കുടുംബശ്രീയുടെ ഡ്രോൺ സംവിധാനത്തിന്റെ പേര്. കർഷകരെ സഹായിക്കാൻ കൃഷിസ്ഥലങ്ങളിൽ ഏർപ്പെടുത്തുന്ന കുടുംബശ്രീയുടെ ഡ്രോൺ സംവിധാനത്തിന്റെ പേര്. ഉത്തരം ഡ്രോൺ ശ്രീ. വംശനാശ ഭീഷണി നേരിടുന്ന തവളകളെ സംരക്ഷിക്കുവാൻ തീരുമാനിച്ച രാജ്യം. വംശനാശ ഭീഷണി നേരിടുന്ന തവളകളെ സംരക്ഷിക്കുവാൻ തീരുമാനിച്ച രാജ്യം ഏത്? ഉത്തരം ഓസ്ട്രേലിയ. കേരളത്തിലെ ആദ്യത്തെ എഡ്യൂക്കേഷൻ ഹബ് നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം പിണറായി. കണ്ണൂർ ജില്ലയിലെ പിണറായിയിലാണ് കേരളത്തിലെ ആദ്യത്തെ എഡ്യൂക്കേഷൻ ഹബ് നിലവിൽ വരുന്നത്. ധർമ്മടം നിയോജക മണ്ഡലത്തിലാണ് പിണറായി. ജലബജറ്റ് തയ്യാറാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ നിയമസഭാ മണ്ഡലമാണ് ധർമ്മടം. വയനാട്ടിലെ കാട്ടുനായ് ആദിവാസി വിഭാഗത്തിന്റെ അനുഷ്ഠാനങ്ങളെ പശ്ചാത്തലമാക്കി നിർമ്മിച്ച സിനിമ ഏത്? വയനാട്ടിലെ കാട്ടുനായ് ആദിവാസി വിഭാഗത്തിന്റെ അനുഷ്ഠാനങ്ങളെ പശ്ചാത്തലമാക്കി നിർമ്മിച്ച സിനിമയുടെ പേര്. ഉത്തരം ഗുഡ. ആദിവാസി ഭാഷ സംസാരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ ചിത്രം കൂടിയാണ് ഗുഡ. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച ചലച്ചിത്ര നിരൂപക ആര്? ഉത്തരം അരുണ വാസുദേവ്. ഏഷ്യൻ സിനിമയുടെ അമ്മ എന്നാണ് അരുണ വാസുദേവ് അറിയപ്പെടുന്നത്. ഷാൻ ഷാൻ ചുഴലിക്കാറ്റ് നാശം വിതച്ച രാജ്യം ഏത്? അടുത്തിടെ ഷാൻ ഷാൻ ചുഴലിക്കാറ്റ് നാശം വിതച്ച രാജ്യം. ഉത്തരം ജപ്പാൻ. ചൊവ്വ ഗ്രഹത്തിൽ സമുദ്രങ്ങൾ രൂപപ്പെടുവാൻ കാരണമായ ഭൂഗർഭജലത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. ചൊവ്വ ഗ്രഹത്തിൽ സമുദ്രങ്ങൾ രൂപപ്പെടുവാൻ കാരണമായ ഭൂഗർഭജലത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് നാസ. ഉത്തരം നാസ. 2024 നാഷണൽ ചെസ് ചാമ്പ്യൻഷിപ്പ് ജേതാവ് ആര്? 2024 നാഷണൽ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായത് ആര്? ഉത്തരം കാർത്തിക് വെങ്കിട്ടരാമൻ. കർഷകരെ ബോധവൽക്കരിക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത്തിന്റെ മാതൃകയിൽ ആരംഭിക്കുന്ന പ്രതിമാസ പരിപാടി. കർഷകരെ ബോധവൽക്കരിക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ
മൻ കി ബാത്തിന്റെ മാതൃകയിൽ ആരംഭിക്കുന്ന പ്രതിമാസ പരിപാടിയുടെ പേര്? ഉത്തരം കിസാൻ കി ബാത്ത്.